അമ്മേ, അമ്മ എന്ത് പണിയാ കാണിച്ചത്? നീ ഇന്ന് ഓഫീസിൽ പോയില്ലേ മൈസൻ? അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതിരിക്കുമ്പോ ഞാൻ ഓഫീസിൽ പോകണോ വേണ്ടത്? അതിപ്പോ എനിക്കൊരു പ്രോബ്ലം ഇല്ല. നിന്റെ വൈഫുണ്ടല്ലോ ജ്യോതി, അവൾ എനിക്ക് എല്ലാ കാര്യവും ചെയ്തു തരുന്നുണ്ട്. അതെ, ഇനി അധികം ബഹളമൊന്നും വേണ്ട. ശരീരമൊന്നും അധികം അനക്കരുത്. അതിന് എനിക്ക് എന്താ അസുഖം? ഒരു ഷുഗറിലോ ആയതാണോ നീ ഇത്ര ടെൻഷൻ ആവുന്നത്? ഇപ്പൊ കൂടെ ആളുണ്ടായിരുന്നോണ്ട് രക്ഷപ്പെട്ടു. ആരും ഇല്ലായിരുന്നെങ്കിലോ? ഇവിടെ ഇപ്പോ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ഇവിടെ ഇല്ലായിരുന്നെങ്കിലേ ചിലപ്പോ ഞാൻ അവിടെ വീണ് ചത്തേനെ. അമ്മേ, ആവശ്യമില്ലാത്തൊന്നും സംസാരിക്കണ്ട. ഞാനിപ്പോ ആ ഡോക്ടറെ കണ്ടിട്ടാ വരുന്നത്. ആണോ? എനിക്ക് എന്താ അസുഖം ഡോക്ടർ പറഞ്ഞത്? അതൊക്കെ ഡോക്ടർ അന്നേരം പറഞ്ഞതല്ലേ, ഷുഗർ ലോയായെന്ന്. അതിനെന്തിനാ ഇത്രയും ടെസ്റ്റുകൾ ചെയ്യുന്നത്? അത് പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ അമ്മേ, അവർക്കൊരു രോഗിയെ കിട്ടിയതല്ലേ, അതും അമ്മയെ പോലൊരാള്. അപ്പൊ പിന്നെ അവിടുള്ള സകല മെഷീൻ ഉപയോഗിക്കാതെ അവര് വിടുവോ? അതെ, ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞു അമ്മയെ പേടിപ്പിക്കരുത്. ECG കുറച്ച് വേരിയേഷൻ ഉണ്ട്. ഒരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്നേ പറഞ്ഞോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതെനിക്കറിയാം. നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞ് അമ്മയെ പേടിപ്പിക്കുമെന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ കൊന്നേനെ ഞാൻ. വാട്ട് ഹാപ്പൻ മൈസൺ? എന്താ നിങ്ങൾ തമ്മിലൊരു സീക്രട്ട് ടോക്കിംഗ്? എന്തേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ഡീറ്റെയിൽഡ് ചെക്കപ്പ് കൂടി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, ഞാൻ എന്റെ ഒന്നും ആവശ്യമില്ല. ഐ ആം പെർഫെക്റ്റ് ഓക്കെ. അമ്മേ, ഒരു കാര്യം ഓർക്കണം. അമ്മയ്ക്കിപ്പോ പ്രായം പഴയ 20 അല്ല. മക്കൾക്ക് വേണ്ടി നേർച്ചകൾ നടത്താൻ ഓടി നടക്കുന്നതിനിടയിൽ അത് മറന്നു പോരുത്. ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളാണെന്നുള്ള കാര്യം എപ്പോഴും ഓർമ്മ വേണം. എന്താ നീ എന്നെ രോഗിയാക്കാൻ പോവാണോ? ഒരു രോഗവും ഇല്ലാതെ അമ്മ എന്നും ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാ ഞാനീ പറയുന്നത്. അതൊക്കെ ഈ മത്തൻ അറിയാം മോനെ. പിന്നെ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യാനേ എന്റെ മരുമകളുണ്ടല്ലോ. ഇതുപോലെ ഒരു മിടിക്ക് വൈഫിനെ കിട്ടിയതേ നിന്റെ ലോട്ടറിയാ മോനെ. എല്ലാ ലോട്ടറിയും എപ്പോഴും അടിക്കണമെന്നില്ലല്ലോ അമ്മേ. ലോട്ടറി കയ്യിലിരുന്നാ മാത്രം പോരല്ലോ. ചില ലോട്ടറിയെ കയ്യാലെ പുറത്തെ തേങ്ങ പോലെയാ. പ്രൈസ് കിട്ടാം, കിട്ടാതിരിക്കാം. ചിലപ്പോ പ്രൈസ് അടിച്ചാലും അത് അനുഭവിക്കാനുള്ള യോഗമൊന്നും കാണത്തില്ല. ആ, അത് ശരിയാ. ചില ലോട്ടറി അടിച്ചാ പിന്നെ ജീവിതമേ പോക്കാം. ഇതുപോലൊരു വൈഫ് വെറും ലോട്ടറി അല്ല, എന്റെ തലയിൽ വീണ ബമ്പർ ലോട്ടറിയാ. അതെ, നിങ്ങളുടെ ഈഗോ ക്ലാഷേ എനിക്ക് കാണണ്ട. ഞാൻ പറഞ്ഞ സത്യ. ഇവിടെ ഇല്ലായിരുന്നെങ്കിലേ ഞാൻ വീണെടുത്ത് കിടന്നേ ഡൈ ആയേനെ. താങ്ക് യു മൈ ബേട്ടി. അമ്മ എന്നാ റെസ്റ്റ് എടുക്ക്, കൂടുതൽ സംസാരിക്കണ്ട. അതെ, അമ്മയെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കല്ലേ. ഓ, ഞാൻ വരാമേ. അമ്മേ, ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അവിടെ പിന്നാലെ പോവുക, വായി തോന്നുകയൊക്കെ പറയാൻ. എനിക്കറിഞ്ഞുകൂടെ എന്റെ മോനെ. ഏയ് ബേക്കറി, താങ്ക്സ്. എന്താ താങ്ക്സ് എന്ന്? എന്തിന്? എനിക്ക് ആരുടെയും താങ്ക്സ് ഒന്നും വേണ്ട. അല്ല, ഇപ്പെന്താ പതിവില്ലാത്തൊരു താങ്ക്സ്? എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചതിന്. ഓ, അത് ശരി. ഒരു കാര്യം ചെയ്യും, അതൊരു കടലാസിൽ എഴുതി ഈ നെറ്റിയിലോട്ടങ്ങ് ഒട്ടിച്ചേക്കും. നിങ്ങളൊരു നന്ദിയും കടപ്പാടൊക്കെ ഉള്ള ഒരാളാണെന്ന് ഈ നാട്ടുകാർക്കെന്ന് അറിയട്ടേന്നേ. എന്തേ, പറ്റൂ? നീ എന്താ ആളെ കളിയാക്കണോ? ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കുമ്പോ തലയെ കയറിയിരുന്ന് താണ്ഡവമാടാൻ ശ്രമിക്കരുത്.
സാധാരണ താണ്ഡവാടുന്നത് നിങ്ങളല്ലേ. ഇടയ്ക്ക് മറ്റുള്ളവരൊന്ന് ജയിക്കട്ടേന്നേ. നിന്നോട് മര്യാദ പറയാമെന്ന് എന്നെ വേണം തല്ല. ഇഡിയറ്റ്. അതെയൊന്ന് നിന്നെ. നിങ്ങളൊരു ഭർത്താവാണോ? എന്താ ചോദിച്ചു? നിങ്ങളുടെ ചെവിക്ക് എന്താ വല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെ കേൾക്കാതിരിക്കാൻ? നിങ്ങൾ എന്റെ ആരാ? ആരെങ്കിലും ആണെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്നാ നാട്ടുകാർ അങ്ങനെയൊക്കെ കരുതിയിട്ടുണ്ട് ചേട്ടാ. ഞാനും കരുതിയിട്ടുണ്ട്. എന്ത്? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ ചേട്ടാ? നീ എന്താ അവകാശം സ്ഥാപിക്കാൻ വരികയാണോ? ഓ, അവകാശം സ്ഥാപിക്കാനും അളക്കാനും കുറ്റിയടിക്കാനും പേരിക്കൂട്ടിക്കാരും തീർക്കാനും നിങ്ങൾ ആരാ? വനഭൂമി വല്ലതുമാണോ ചേട്ടാ? ആയിരിക്കും. അതുകൊണ്ടാ ഈ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവം. എന്റെ അമ്മോ, നമ്മളില്ലേ. നിന്നോട് സംസാരിക്കാൻ നിന്ന് എന്നെ വേണം തല്ലാൻ. മര്യാദയ്ക്ക് കാര്യമെല്ലാം പറയാനുണ്ടെങ്കിൽ പറയും, അല്ലാതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഇറിറ്റേറ്റ് ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? തല്ലൂ? എന്താ തല്ലു ചേട്ടാ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വാലും തലയില്ലാതെ വർത്താനം പറയുന്നത് എന്തിനാ? വഴിവെക്കിലെ വഴക്കാളി പിള്ളേരുടെ സ്വഭാവം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? ഇത് നിന്റെ മൈതാന പ്രസംഗം നടത്താനോ ആളുകളുടെ മെക്കിട്ട് കയറാനോ ഉള്ള സ്ഥലമല്ല. DKയുടെ വീടാ. മനസ്സിലായോ ബേക്കറിക്കാരി? മനസ്സിലായി മഹാരാജാവേ. അതെ, വയ്യാതെ മുറി കിടക്കുന്ന ആ അമ്മയുണ്ടല്ലോ, അത് നിങ്ങളുടെ മാത്രം അമ്മയല്ല. അല്ല, എന്റെ അമ്മ 3 മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ എന്റെ മാത്രം അമ്മയാവുന്നത്? ഓഹോ, ചളി അടിച്ചതാണല്ലേ? അതെ ഭർത്താവ് ചേട്ടാ, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എന്താ? ഞാൻ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തില്, അങ്ങ് നാട്ടുംപുറത്ത്. അവിടെ മനുഷ്യര് തമ്മില് സ്നേഹം കൊടുത്തും വാങ്ങിയും തമ്മി സഹായിച്ചും ഒക്കെയാ ജീവിച്ചു പോന്നെ. എനിക്കൊരച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ പെറ്റമ്മ ഇപ്പൊ എന്റെ കൂടെ ഇല്ല. എന്റെ മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിങ്ങളുടെ അമ്മയെ കാണുന്നത്. ഒരു മകനോ മകളോ ആകാൻ ഒരമ്മയും ആരും പ്രസവിക്കണമെന്നൊന്നുമില്ല. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടും ഇതുപോലുള്ള അമ്മമാരെ കിട്ടും. ആ അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് ആരുടെയും സിമ്പതിയോ താങ്ക്സോ ഒന്നും വേണ്ട. നിങ്ങൾ എനിക്കൊരു ഭാര്യയുടെ അംഗീകാരം തന്നിട്ടില്ലെങ്കിലും ആ അമ്മ എനിക്കൊരു മകളുടെ സ്ഥാനവും സ്നേഹവും മനസ്സ് നിറയെ തന്നിട്ടുണ്ട്. എനിക്കത് മതി. നിങ്ങളുടെ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. മനസ്സിലായോ? അമരാവതിയിലെ പത്മാവതി അമ്മ ഇപ്പൊ എന്റെയും കൂടെ അമ്മയാ. നിന്റെ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. അങ്ങനെ വെറുതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയ ശീലം അമരാവതിയിൽ ആർക്കുമില്ല. ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം കൊടുത്തു തന്നെയാ ശീലം. അമരാവതിയിലെയോ എന്റെ റെസ്റ്റോറന്റിലെയോ ഒരു ജോലിക്കാരും ഇന്ന് വരെ അവർക്ക് കൂലി കൊടുത്തത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടുമില്ല. ഇപ്പൊ നീ ചെയ്തതിനുള്ള കൂലി നിന്നെ ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് നിനക്ക് തരുന്ന നഷ്ടപരിഹാര തുകയിൽ ചേർത്തങ്ങ് തരാൻ ഞാൻ പോരെ? ആ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ താങ്ക്സ് അത് ഞാനിങ്ങ് തിരിച്ചെടുക്കുക. നിന്നെ ബേക്കറിക്കാരി എന്ന് വിളിക്കുന്നത് ചുമ്മാതല്ലടി ആസത്തെ. ഇഡിയറ്റ്. താങ്ക്സ് ഇങ്ങോട്ട് വന്നിരിക്കുക ഒരു ഹിറ്റ്ലർ. അമ്മാവനോ? സുധാകരൻ നായർ അവിടെ ഇവിടെ ഇല്ലല്ലോ. എന്താ അമ്മാവ? അയാളെ കണ്ട് 4 വർത്തമാനം പറയാനാ ഞാൻ വന്നത്. സുധാകരൻ നായരെ, സുധാകരൻ നായരെ, എന്താ കാര്യം? എന്താ? എന്തൊക്കെ ആശാലത ഈ കേൾക്കുന്നത്?
കുടുംബത്തിലാകെ നാണക്കേടായല്ലോ. ആശാലതയിൽ നിന്ന് ഇങ്ങനെയൊന്നും ഞങ്ങളാരും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനതിന് എന്ത് ചെയ്തെന്ന് അമ്മാവിനി പറയുന്നേ? ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ നിന്നെ പോലീസ് പിടിച്ചോണ്ട് പോയത്? എന്നെ പോലീസ് പിടിച്ചോണ്ട് പോയെന്നോ? അമ്മാവനോട് ആര് പറഞ്ഞു ഈ കള്ളത്തരം? ഉരുണ്ട് കളിക്കല്ലേ ആശാലതേ. നമ്മുടെ കുടുംബക്കാരുടെ വാട്സപ്പ് ഗ്രൂപ്പില്ലേ കാവിലമ്മ, അതിനകത്ത് നിന്നെ സ്വർണ്ണക്കടയിൽ നിന്ന് പോലീസ് പിടിച്ചോണ്ട് വന്ന് ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ നിങ്ങളാരും? അതിനകത്ത് വന്ന കമന്റുകളൊന്നും വായിച്ചില്ലേ നീ? അമ്മവാ വീട്ടിൽ കയറി വന്ന അനാവശ്യം പറയരുത്. അനാവശ്യമാണോ ആവശ്യമാണോ എന്ന് നീ നിന്റെ അമ്മയോട് തന്നെ ചോദിച്ചു നോക്ക്. ഇവള് പറയട്ടെ എന്തിനാ പോലീസ് പിടിച്ചതെന്ന്. അമ്മേ, ഈ അമ്മാവന് ഇത് എന്തൊക്കെയാ പറയുന്നേ? വെറുതെ പ്രിയമോളെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അമ്മാവാ, ഞാനൊരു കാര്യം പറയാം, വെറുതെ എന്നെ ആക്ഷേപിക്കരുത്. ഞാൻ കള്ളത്തരം പറയില്ല. ഞാൻ ഇപ്പൊ തെളിവ് കാണിച്ചു തരാം. നോക്ക് നോക്ക് നോക്കടി നോക്ക്. ഇതാ നോക്ക്. ഇത് നിന്റെ തള്ളയാണോന്ന് കണ്ണു തുറന്നു നോക്ക്. അമ്മേ, എന്തൊക്കെയാ ഇത്? ഇത് ഞാനൊന്നുമല്ല. എന്റെ ഫോട്ടോ ആരാണ്ട് വെട്ടി ഒട്ടിച്ചതാ. അമ്മേ, കള്ളം പറയണ്ട. ആ ഫോട്ടോ എഡിറ്റ് ചെയ്തതും ഓഫ് ചെയ്തതും ഒന്നും അല്ല. സത്യം പറയാമ്മേ, എന്തിനാ അമ്മ പോലീസ് പിടിച്ചത്? പറയാമ്മേ. അങ്ങനെ അങ്ങോട്ട് ചോദിക്കു വച്ചേ. പറഞ്ഞു കൊടുക്ക്, പറഞ്ഞു കൊടുക്കടി. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? പെണ്ണേ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കാതെ നീ നിന്റെ ജോലി നോക്ക്. ഈ കള്ളക്കിളവൻ രാവിലെ എന്നെ ആക്ഷേപിക്കാനായിട്ട് കച്ചം കിട്ടി ഇറങ്ങിയിരിക്കുക. കുടുംബക്കാരും ഒരു വാട്സപ്പ് ഗ്രൂപ്പും. ദേ, ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. അരിയും തിന്ന് ആശാരിച്ച് ഞാൻ കടിച്ചിട്ട് എന്റെ മുന്നിൽ നിന്ന് മുറുകുന്നോ? എന്നോട് കളിച്ചാലേ നിന്നെ ഞാൻ പൊളിച്ചടിക്കട്ടെ. ഇവിടുന്ന് ഓടിയായിരുന്നു. സത്യം എന്താന്ന് അറിയോ കൊച്ചിന്? മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമിച്ചതിനാ പോലീസ് നിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്തത്. വേണ്ടപ്പെട്ടവരും നാട്ടുകാരും എല്ലാം അറിഞ്ഞു. എന്നിട്ട് നിങ്ങൾ മാത്രം ഒന്നും അറിഞ്ഞില്ല. കഷ്ടം തന്നെ. മര്യാദക്ക് നിങ്ങളോട് ഇറങ്ങി പോവാനാ പറഞ്ഞത്. രാവിലെ കള്ളക്കഥയും കൊണ്ട് ഇറങ്ങിക്കോളും. സത്യം പറയാമേ, എന്താ ഉണ്ടായത്? അമ്മ എന്തിനാ മുക്കൊണ്ട് വിൽക്കാൻ പോയത്? നിർത്തടി. നീ എന്നെ ചോദ്യം ചെയ്യുന്നോ? എടോ, ഇറങ്ങണോ? എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ. സുധാകരൻ വന്നിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും. കാര്യങ്ങൾ അയാളൂടെ അറിയട്ടെ. അല്ലാതെ നിങ്ങൾ പോകത്തില്ല അല്ലേ? ഇല്ല, പോവില്ല. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. കൊച്ചേ, ഞാൻ പറഞ്ഞത് സത്യം. 10-50 പവന്റെ മുക്കുവണ്ടം ഉണ്ടായിരുന്നു എന്നാ കേട്ടത്. കേസ് അവൾ ഒതുക്കി തീർത്തൊന്ന്. ആകെ നാണക്കേടായില്ലേ? അയ്യോ അയ്യോ, ഇറങ്ങി പോടോ ഇവിടുന്ന്.
കഴിഞ്ഞ അമ്മയുടെ പ്രകടനം. സത്യം പറയാമേ, എന്താ ഉണ്ടായത്? നിനക്ക് പറയണോ? ഒരമ്മാവൻ വന്നിരിക്കുന്നു. ഓലവലാതി. അമ്മ എന്തേ കാണിക്കുന്നേ? മര്യാദയ്ക്ക് ഇറങ്ങി പൊടി. ദേ, അമ്മാവനെ പേടിപ്പിച്ചതുപോലെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാനും അമ്മയുടെ മോള് തന്നെയാ. അമ്മ ഇപ്പൊ സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ വരുമ്പോ ഞാനിതെല്ലാം പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ തവണ കാല് പിടിച്ച് അകത്ത് കയറിയത് ഓർമ്മയുണ്ടല്ലോ. ഇതും കൂടി അറിഞ്ഞാലേ അച്ഛൻ അമ്മയെ സ്ഥിരമായിട്ട് അടിച്ച് പുറത്താക്കും. പുറത്താക്കട്ടെ, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അനുഭവിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. നീയും കൂടെ കാണും എന്റെ കൂടെ. ഞാനോ? അതേടി, നീ തന്നെ. ഇതിനെല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തിയാ. ദേ അമ്മ, അനാവശ്യം പറയരുതേ. അനാവശ്യം അല്ലടി, സത്യം തന്നെയാ. നിന്റെ മറ്റവനുണ്ടല്ലോ, അവൻ കല്യാണത്തിന് തരാനെന്നും പറഞ്ഞു കൊണ്ടുവന്നത് എല്ലാം മുക്കുകൊണ്ടായിരുന്നു. അവൻ തന്നെയാ ചതിച്ചത്. നിനക്ക് എങ്ങനെ തോന്നിയടാ ഈ മുക്കുകൊണ്ട് തന്ന് ഞങ്ങളെ വഞ്ചിക്കാൻ? നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ച ഇത്രയും സ്വർണം ഞാൻ നിങ്ങക്ക് വെറുതെ തരുമെന്നോ? ഭാഗ്യത്തിന് ആ നാറി എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതായിരുന്നു ശരിയെന്ന്? അവനെ വിശ്വസിക്കരുതെന്ന് അമ്മയോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു. പണത്തിനോടും സ്വർണത്തിനോടുള്ള അമ്മയുടെ ആക്രാന്തമാ ഇതിനൊക്കെ കാരണം. എന്തായാലും ഇതോടെ അവന്റെ ശല്യം തീർന്നാ മതിയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അവൻ ഇനിയും വരുമെന്ന. അവൻ ഇനി ഇതിനകത്ത് കയറി അവനെ വെട്ടി തുണ്ടാക്കും. എന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ഇനി അമ്മ ഒറ്റയ്ക്ക് എങ്ങും പോകണ്ട. എവിടെ പോണെങ്കിലും എന്നെ കൂടെ വിളിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ, എന്റെ ഡോക്ടർ ജ്യോതി ഉണ്ടായിരുന്നല്ലോ കൂടെ. ആ മരുമക്കള് പെൺപിള്ളേർക്ക് ജ്യോതിയോട് എന്താമേ ഇത്രയും ശത്രുത? അതങ്ങനെ വലിയ ശത്രുതയൊന്നും ഇല്ല മോനെ. സാധാരണ പെണ്ണുങ്ങളെ കുശുമ്പോ കൊല്ലായ്മേ, അത്രേ ഉള്ളൂ. അവർക്ക് മുകളിൽ ജ്യോതിയെപ്പോലൊരു പെണ്ണ് അമ്മായിമ്മയായി വന്നതിന്റെ അസൂയ. സത്യത്തിൽ ഈ വീടിന്റെ വെളിച്ചവാ ജ്യോതി. ആ വെളിച്ചത്ത് നിൽക്കാൻ അവർക്ക് പേടി, അത്രേ ഉള്ളൂ. മോനൊന്ന് ഓർത്തു നോക്കി, അവളില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോ ഇവിടെ അമ്മയുടെ ഒപ്പം ഇങ്ങനെ ഇരിക്കുമായിരുന്നോ? പൂജയ്ക്ക് നീ വേണ്ടാന്ന് DK പറഞ്ഞപ്പോഴും അവള് നിന്നെ കൊണ്ടുവന്നില്ലേ?
മേഘത്തൂർ സ്വാമികൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അമരാവതിയുടെ ഐശ്വര്യം പുലരാൻ പോകുന്നതേ അവളിലൂടെയാണെന്ന്. അവൾ ഈ കുടുംബത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഒരു കാര്യം മോനോർക്കണം, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ബാധിക്കുന്നത് ജ്യോതിയാണ്. നിന്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് സംഭവിച്ചാലും എല്ലാവരും അവളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് അവൾ പറയുന്നതൊക്കെ അതുപോലെ അനുസരിക്കണം. എനിക്കറിയാമേ, ജ്യോതി എൻ്റെ അടുത്തേക്ക് അയച്ചത് ദൈവം തന്നെയാ. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഞാൻ ബാംഗ്ലൂരിലെ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു മുറിയിൽ അടച്ചിടപ്പെട്ടാനെ.